നമ്മളിന്ന് തലയിൽ വെക്കാൻ വേണ്ടിയിട്ട് ഒരു എണ്ണ കാച്ചുവാണേ. ഈ എണ്ണ വന്നിട്ട് നമ്മുടെ ചേച്ചി ശോഭേച്ചിയാണ് ഉണ്ടാക്കാറ്. ചേച്ചിക്ക് ചെറിയൊരു ഹെൽത്ത് ഇഷ്യൂ ഉള്ളതുകൊണ്ടേ ചേച്ചീനെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് നമ്മളിപ്പോൾ കാച്ചുന്നത്. ആദ്യം നമ്മൾ ചട്ടി വെച്ച് നല്ല ചൂടാവുമ്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. ഇതിപ്പോൾ ഒരു 1/2 ലിറ്റർ വെളിച്ചെണ്ണയാണ് ഉള്ളത്. ഈ എണ്ണ വന്നിട്ടുണ്ടല്ലോ നമ്മുടെ മുടി കൊഴിച്ചിലിന്, മുടി നീളം വെക്കാൻ വേണ്ടിയിട്ട്, നമ്മുടെ താരൻ, പിന്നെ ഉറക്കം കുറവുള്ളവർക്ക് നല്ല ഉറക്കം കിട്ടും. കാരണം ഇത് യൂസ് ചെയ്തിട്ട് നമ്മുടെ അനിയത്തിമാരും നമ്മുടെ ചേച്ചിമാരും നമ്മുടെ ഫാമിലിയിലെല്ലാവരും ഇത് യൂസ് ചെയ്യുന്നുണ്ട്, ശോഭേച്ചി കാച്ചി കൊടുത്തിട്ടേ. അപ്പം ഞാൻ വിചാരിച്ചു വന്നാൽ എല്ലാവർക്കും ഒന്നത് കാണിച്ചു തരാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നേ. ഇപ്പോൾ ഒത്തിരി ആൾക്കാർ ഇങ്ങനെ മുടി കൊഴിച്ചിലും ഒക്കെ ആയിട്ട് ബുദ്ധിമുട്ടുവാണല്ലോ, താരനൊക്കെ ആയിട്ടേ. അപ്പോൾ എന്തായാലും ഇത് നന്നായിട്ട് ചൂടാവട്ടെ കേട്ടോ. നമ്മുടെ എണ്ണ അങ്ങനെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അമ്മതേ അരച്ച് വെച്ച സാധനങ്ങൾ ഇതെന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കറിവേപ്പിലയുണ്ട്, കറുത്ത തുളസി, കരിന്തുളസി, പിന്നെ പനിക്കൂർക്കയില, പിന്നെ ഉലുവ ഉണ്ട്, പിന്നെ കുരുമുളക്, കരിഞ്ചീരകം, ഉണക്കനെല്ലിക്ക. ഇത്രയും സാധനങ്ങളാണുള്ളത്. ഇത് നന്നായിട്ട് നമ്മൾ മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഒരു തുള്ളി വെള്ളം പോലും പാടില്ല കേട്ടോ. ഇതിനി നന്നായി ആ പതയെല്ലാം ഒന്ന് അടങ്ങി താഴേക്ക് അടിഞ്ഞ് വരും. നന്നായി ഇളക്കി കൊടുക്കണം. ഇതിൻ്റെ ഈ കൂട്ടും ടൈമിങ്ങും എല്ലാം കറക്റ്റ് ആവണം. എന്നാലാണ് എണ്ണ നന്നായിട്ട് നമുക്ക് ഇത് മുടി വളരാനും താരം പോകാനൊക്കെ പറ്റത്തുള്ളൂ കേട്ടോ. നമ്മൾ ഉണ്ടാക്കുന്നതിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ ശരിയാവത്തില്ല. ചേച്ചി കുറേ കാലമായിട്ട്, വർഷങ്ങളായിട്ട് ഇത് ഉണ്ടാക്കുന്നതാണ് കേട്ടോ. ചേച്ചിക്ക് നല്ല എക്സ്പീരിയൻസ് ആണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഇത് ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ എണ്ണ ഇങ്ങനെ റെഡി ആയിട്ടുണ്ട്. പതയൊക്കെ പോയിട്ട് കണ്ടോ, അതെല്ലാം താന്നു വന്നത്. ഇനി ഇത് നമുക്ക് നിലത്തിറക്കി വെച്ചിട്ട് തണുപ്പിക്കണം. എണ്ണ അങ്ങനെ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. അപ്പോൾ ചേച്ചി പറഞ്ഞത് തണുത്ത് കഴിയുമ്പം ഇത് കണ്ടോ, ഇതിൽ നമ്മൾ പൊടിച്ചിട്ടില്ലേ ഈ സാധനങ്ങളൊക്കെ കൈകൊണ്ട് നന്നായി ഒന്നുകൂടെ കൈകൊണ്ട് പൊടിച്ചെടുക്കണം. അതായത് അതിൻ്റെ എല്ലാ സത്തും ആ എണ്ണയിലേക്ക് വരണം. എന്നിട്ട് നമുക്ക് അരിച്ച് ഈ പാത്രത്തിലേക്ക് ഒഴിക്കണേ. ഞാനപ്പോൾ എന്തായാലും ഇത് കൈകൊണ്ടൊന്ന് പൊടിച്ചിട്ട് അരിച്ചൊഴിച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ എണ്ണ എങ്ങനെ ഇതേ ഞാൻ അരിച്ചൊഴിച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, ഇങ്ങനെയായിരിക്കും കേട്ടോ കളറ്. അപ്പോൾ ഓക്കെ, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ബൈ പറ.